ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു അരക്കപ്പോളം 2 പിടിയോളം തൂവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവരാം. തൂവരപ്പരിപ്പിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത് കേട്ടോ, ആവശ്യത്തിന് മാത്രം മതിയാവും. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചക്കക്കുരുവാണ് കേട്ടോ. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിയാറായിട്ടുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കുരു ഒക്കെ ഉണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. പരിപ്പും തൂവരപ്പരിപ്പും അതുപോലെ തന്നെ ചക്കക്കുരുവും കൊണ്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു 2 പിടിയോളം ചക്കക്കുരുവാണ് എടുത്തത്. 2ഓ 3ഓ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു 20 ചക്കക്കുരുവോളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതാണ്. ഒരു 2 പച്ചമുളക്, എരിവിനനുസരിച്ചാണ് പച്ചമുളക്. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. നമ്മളിതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടിയുടെ അളവ് മുന്നിട്ട് നിൽക്കരുത്, പച്ചമുളകിൻ്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുളക് പൊടി നമുക്ക് ഒരുപാട് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ തക്കാളി, ചെറുതാണെങ്കിൽ നല്ല ചെറുതാണെങ്കിൽ ഒരെണ്ണം, ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ അരമുറിയാണെങ്കിലും മതി കേട്ടോ. തക്കാളിയുടെ അളവങ്ങ് ഒരുപാട് കൂടണ്ട, എന്ന ആവശ്യത്തിന് വേണം താനും, പുളി മുന്നിട്ട് നിൽക്കരുത്. ഇനി ഇത് അടച്ച് വെച്ച് ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. പരിപ്പും ചക്കക്കുരുവും അങ്ങ് ഒരുപാട് വെന്തുടയരുത്, എന്നാൽ വേവും വേണം. പരിപ്പ് നന്നായി വേവണം, ഒരുപാട് അങ്ങ് കുഴയുന്ന പരുവല്ല. അത്യാവശ്യം നമ്മൾ പരിപ്പ് കുമ്പളങ്ങയും പരിപ്പൊക്കെ വേവിക്കുമല്ലോ, ആ ഒരു രീതിയിൽ പരിപ്പ് വെന്ത് കിട്ടണം. എന്നാൽ ചക്കക്കുരു നന്നായി വേവും വേണം, പക്ഷേ ഉടയുന്ന പരുവം ആവുകയും ചെയ്യരുത് കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉടയണം, എന്നാൽ അങ്ങ് കുഴഞ്ഞ് പോകുന്ന പരുവം ആവുകയും ചെയ്യരുത്. ഒത്തിരി അങ്ങ് ഉടയുന്ന പോലെ ആവരുത് കേട്ടോ, ഒരുപാട് കുറുകിപ്പോവും. അപ്പോൾ അതൊന്ന് വിസിൽ കേട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ സമയത്ത് നമുക്കിനകത്തേക്ക് തേങ്ങയുടെ അളവ് ഒരുപാട് വേണ്ട, 1 പിടി മതിയാവും കേട്ടോ. 1 പിടി തേങ്ങ, ഒരു 2 വെളുത്തുള്ളി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവും ഒരുപാട് കൂട്ടണ്ട കേട്ടോ, കാരണം പരിപ്പും ചക്കക്കുരും തേങ്ങ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാടങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. ഒരു ഇത്തിരി 1ഓ 2ഓ എന്നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ പരിപ്പിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോഴത്തേനും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വെന്തിട്ടുണ്ട്, എന്നങ്ങ് ഓവറായിട്ട് കുഴയുന്ന ഒരു പരുവം ആയിട്ടുമില്ല. ഇനി ഇത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് തിക്കാക്കരുത്, ഒത്തിരി ലൂസാക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിലെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇരിക്കുമ്പം കുറുകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക, അത്രയും മതിയാവും കേട്ടോ. ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ വെന്തതാണല്ലോ. നമുക്ക് ആ ചേർത്ത അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, ഒരു പച്ചക്കുത്ത് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. ചക്കക്കുരു മുരിങ്ങയിലയും വെച്ചിട്ടുള്ളൊരു റെസിപ്പി ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. 1-2 വീഡിയോസ് ബാക്കിലോട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സീസണൊക്കെ കഴിയാറായിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പരിപ്പും ചക്കക്കുരും ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഒരുപാട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് മതിയാവും. നന്നായിട്ടൊന്ന് തിള വന്നു, ഞാൻ ഇളക്കി കൊടുത്തു, ഒന്ന് ചൂടാക്കിയെടുത്തു, മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. നാടൻ റെസിപ്പീസൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 7-8 ചെറിയുള്ളി, കാരണം കുറച്ച് വട്ടത്തിലരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ചെറിയുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി അങ്ങ് ഒരുപാട് മൂത്ത് പോകരുത്, എന്നാൽ അത്യാവശ്യം കളറ് മാറും വേണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ.
ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കയ്പ്പ് രസം വരും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, പക്ഷെ അത് കരിയുന്ന പോലെയാണ്, ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ 2 വറ്റൽമുളക്, 1-2 വറ്റൽമുളക് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി ഏകദേശം മൂത്ത് വരുമ്പം വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ വറ്റൽമുളക് ഒരുപാട് മൂത്ത് പോവും. അതുകൊണ്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 to 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചാലും മതി കേട്ടോ. ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്, നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഫ്ലെയിം ഓണാക്കി വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ജസ്റ്റ് മുളക് പൊടി ഇട്ട് ആ ചൂട് എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഒരുപാട് നേരം ആ എണ്ണയിൽ ഇട്ടേക്കരുത്, കരിഞ്ഞു പോവും, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് ഊണിൻ്റെ കൂടെ വിളമ്പാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. ഒരു അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറിനാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, അച്ചാറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പരിപ്പും ചക്കക്കുരും അങ്ങ് ഒരുപാട് കൂടരുത്, ആവശ്യത്തിന് മാത്രം മതിയാവും. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എടുക്കുമ്പോൾ ഒരിക്കലും പരിപ്പും ചക്കക്കുരുവും ഒരേപോലെ എടുക്കാതിരിക്കുക. പരിപ്പിൻ്റെ അളവ് എപ്പോഴും കുറച്ചേ എടുക്കാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് തിക്കായിപ്പോവും. നമ്മുടെ പരിപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും, ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരു കൊണ്ടും ചക്ക കൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുരിങ്ങയിലയും ചക്കക്കുരുവും വെച്ചിട്ടുള്ള റെസിപ്പി നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 വീഡിയോസ് ബാക്കിലോട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക. നേരത്തെ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയ ഏതെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടും ഒരുപാട് റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.